നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം ലഭിക്കും വരെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇന്ത്യയിലാണ് തുടരാൻ പോകുന്നത്. ഈ പ്രധാന നീക്കം നടത്തിയതാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രഹസ്യ പോലീസായ നമ്മുടെ അജിത് ഡോവലാണ്. അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. ഷേഖ് ഹസീന പോലും അറിയാതെയാണ് ഹസീനയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നടക്കമുള്ള നടപടികളും വരുന്നു. പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന രാജ്യം വിട്ട തിങ്കളാഴ്ച വൈകുന്നേരം ഡൽഹിയിലാണ് വിമാനമിറങ്ങിയത്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതോടുകൂടിയാണ് നാടുവിട്ടത്. ബംഗ്ലാദേശ് പട്ടാളം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനാണ് ഹസീന ആഗ്രഹിക്കുന്നത് എന്നാണ് സൂചന. UK-യിൽ രാഷ്ട്രീയ അഭയം തേടാനാണ് ഹസീനയുടെ നീക്കം. 76-കാരിയായ ഹസീന സഹോദരി രഹാനയ്ക്കൊപ്പമാണ് ബംഗ്ലാദേശ് വിട്ടത്. രഹാനയ്ക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. അതേസമയം ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് UK-യിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. ഹസീനയുടെ ഇളയ സഹോദരിയാണ് രഹാന. ഇവരുടെ മകൾ തുലിപ് സിദ്ദിഖ് ബ്രിട്ടീഷ് പാർലമെന്റിലെ ലേബർ പാർട്ടിയുടെ അംഗം കൂടിയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടി സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് കേന്ദ്രം. പ്രധാന നേതാക്കൾക്കിടയിൽ ദ്രുതഗതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങളും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യം വിട്ട് ഇന്ത്യയിലെ ഗാസിയാബാദിലുള്ള സിൻഡൺ എയർ ബേസിലെത്തിയ ഷേഖ് ഹസീനയെ വിദേശകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് സന്ദർശിച്ചത്. ഇരുവരും ചർച്ച നടത്തിയെന്നാണ് വിവരം. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ അജിത് ഡോവൽ എയർബേസിൽ നിന്നും മടങ്ങിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലോകസഭയിലെ വർഷകാല സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ബംഗ്ലാദേശ് പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. കലാപം രൂക്ഷമായ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന രാജിവെച്ച് സഹോദരിക്കൊപ്പം ഇന്ത്യയിലേക്ക് വന്നത്. സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇന്ത്യ ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ഇൻഡിഗോയും ധാക്കയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഹസീന ഇന്ത്യയിലെത്തിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നിർണായക യോഗങ്ങളാണ് ചേർന്നത്. സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റി യോഗമാണ് ചേർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കർ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ഇവിടെ നിർണായകമായി മാറുന്നത്. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ ഹസീനയെയും വഹിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശ് വ്യോമസേനാ വിമാനം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിയും ഇതിന് പിന്നാലെ ചർച്ച നടത്തി. തൽക്കാലം ബംഗ്ലാദേശിലെ വിഷയങ്ങളിൽ ഇന്ത്യ നേരിട്ട് ഇടപെടില്ല, എന്നാൽ കനത്ത ജാഗ്രത തുടരും. അതേസമയം പെട്രാപോളിയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി അടച്ചു. അതിർത്തിയിലുള്ളവർക്ക് BSF ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്കുമുള്ള എല്ലാ ട്രെയിൻ സർവീസുകളുമാണ് ഇന്ത്യൻ റെയിൽവേ നിർത്തിവെച്ചത്. ധാക്കയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. അതീവ ജാഗ്രതയാണ് ഇന്ത്യ പുലർത്തുന്നത്. ബംഗ്ലാദേശിൽ 4 ലക്ഷത്തോളം പേരാണ് അക്രമാസക്തരായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്രമാസക്തരായ ജനക്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഞായറാഴ്ചയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 100 പേരാണ് കൊല്ലപ്പെട്ടത്. 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ പിന്നീട് 300 കടന്നിരിക്കുന്നു. സർക്കാർ ജോലികളിലെ സംവരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധമാണ് ആഭ്യന്തര കലാപത്തിലേക്ക് വഴിമാറിയത്. എന്തായാലും ഇന്ത്യ ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും അജിത് ഡോവലിന്റെ നിർണായക നീക്കങ്ങളിൽ ഇന്ത്യ എന്തായാലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ നീക്കം എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.